മുൻ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കേരള കോൺഗ്രസ് എം നേതാവും ആയിരുന്ന കെ.ജെ. മാത്യു കുളക്കാട്ട് വയലിന്റെ അനുസ്മരണം നടന്നു. അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് കൊച്ചുതോവള സെന്റ് ജോസഫ് ദേവാലയത്തിൽ പ്രത്യേക കുർബാനയും സെമിത്തേരിയിൽ പ്രാർത്ഥനയും നടത്തി. അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് കൊച്ചുതോവള സെന്റ് ജോസഫ് ദേവാലയത്തിൽ പ്രത്യേക കുർബാനയും സെമിത്തേരി പ്രാർത്ഥനയും നടന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മുതിർന്ന കേരള കോൺഗ്രസ് എം നേതാവും എം.എൽ.എയുമായിരുന്ന തോമസ് ജോസഫ് അനുസ്മരിച്ചു. കിളികളിട്ടൊന്നുമില്ല. അന്ന് കിളി കളിക്കുന്ന ഏറ്റവും ആശനായിരുന്നു. കട തട്ടിട്ട് നോണ്ടി നിന്ന് പിന്നെ വന്ന് മരുന്നിനെയും പാപ്പിച്ചാരിയും കണ്ട് അവരൊക്കെ ഈ മണുനാടിന്റെ പ്രവർത്തകരാണ്. 42-ാം വയസ്സിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെയാണ് കെ.ജെ. മാത്യു മരണപ്പെടുന്നത്. കട്ടപ്പനയും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതീകരിക്കുന്നതിലും നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിലും ഏറെ ശ്രമങ്ങൾ നടത്തിയ ആളായിരുന്നു കെ.ജെ. മാത്യു എന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നുവെന്നും എ.ഐ.സി.സി അംഗം അഡ്വക്കേറ്റ് ഇ.എം. ആഗസ്തീൻ പറഞ്ഞു. വളരെ സുദീർഘമായ സേവനം മനസ്സിലാക്കിയ ആളാണ് ശ്രീ കെ.ജെ. മാത്യു കുളക്കാട്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയി അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് ഞാനും ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. വലിയ സൗഹൃദം, രാഷ്ട്രീയത്തിനതീതമായി വലിയ സൗഹൃദം സൂക്ഷിക്കാൻ കഴിയുന്ന ആളായിരുന്നു. അപ്പം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായി നിൽക്കുന്ന സമയത്താണ് അകസ്മാരമായി ഒരു അപകടത്തിൽ മരണമടയുന്നത്. അനുസ്മരണ ചടങ്ങിൽ യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി, അഡ്വക്കേറ്റ് മനോജ് തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നീറാണക്കുന്നേൽ, ജിൻസൺ വർക്കി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, ടെസിൻ കടപ്പുരക്കൽ, തോമസ് മൈക്കിൾ, സെബി പാറപ്പായി തുടങ്ങിയ ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.